സൂക്ഷിച്ച്. എന്നെ വിടറേ, വിടരേ എന്നെ. അയ്യോ. എന്നെ പിടിക്കുന്ന ഞാൻ എത്ര കുടിച്ചാലും സ്റ്റഡി ആയിരിക്കും. എന്നെ ഓരോരുത്തരും പിടിക്കേണ്ട കാര്യമല്ല. സാറ് ബാറിൽ വെച്ച് ഒരുപാട് കുടിച്ച് അവിടുന്നേ ബോധമില്ല. ബാറിൽ നിന്നും ഞങ്ങളുടെ ഓഫീസിലേക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു. ഓഫീസിലെ എല്ലാവരും സാറെ കൊണ്ട് വീട്ടിലേക്ക് വിട്ടേക്കാൻ പറഞ്ഞ് എന്നെ പറഞ്ഞിച്ചതാ. അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടേ. രാവിലെ നിങ്ങളല്ലേ ഫയൽ വാങ്ങാൻ വന്നത്? ആ അതെ മാഡം, രാവിലെ ഒന്നും ഞാനാണ്. ഞാൻ സാറ് വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ഓഫീസ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യാണ് മാഡം. ഇദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? ക്യാബിലാണ് മാഡം. ക്യാബിന് എത്രയായി? 400 രൂപയായി. ശരി, ഇവിടെ തന്നെ നിൽക്കേ, ഞാൻ പോയി കാശ് എടുത്തോണ്ട് വരാം. അയ്യോ മാഡം, മാഡം ഒരു മിനിറ്റ്. ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല മാഡം. ഞാൻ മെല്ലെ സാറിൻ്റെ അടുത്ത് തന്നെ വാങ്ങിച്ചോളാം. ശരി നിൽക്ക്, ഞാനൊരു ചായ എടുത്തോണ്ട് വരാം. അയ്യോ മാഡം, അല്ലെങ്കിൽ എനിക്ക് ലേറ്റായി. എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് കുറേ ദൂരം പോണേ. ഞാനെന്നാ പോട്ടെ. ശരി എന്നാ. ശരി, ഞാൻ പോയിട്ട് വരാം മാം. ഗീത, ഗീത. ആ അതാ വരുന്നു. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാവേ. എന്തിനാ നിങ്ങൾ ദിവസം കുടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നേ? ഡെയിലി ആരൊക്കെയോ വന്ന് നിങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവുക. ഇന്നലെ ആണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആരോ ക്യാബ് പിടിച്ച് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടാ പോയത്. ഇന്നെങ്കിലും കുടിക്കാതെ വരാൻ നോക്കേട്ടാ. ഏയ്, ഞാൻ കുടിക്കൊന്നുമില്ല. ഞാൻ എങ്ങനെയാ നിങ്ങളെ വിശ്വസിക്കുക? നീയാണ് സത്യം. ഞാൻ ഇനി കുടിക്കില്ല. ശരി, നോക്കാം. ശരി, പോയിട്ട് വരാവേ. ഹലോ, ആ പറഞ്ഞോ അമ്മേ. എന്താ മോളെ, സുഖായിരിക്കുന്നോ? എങ്ങനെ സുഖമായിട്ടിരിക്കാനാ അമ്മേ? എന്ത് പറ്റി? എന്തേലും പ്രശ്നമുണ്ടോ? നീ നിന്റെ കെട്ടിയവനും തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? ഞാൻ എന്ത് പറയാനാ അമ്മേ? ഏട്ടൻ എന്നും ഫുള്ളായിട്ട് കുടിച്ചിട്ടാ വീട്ടിലേക്ക് വരുന്നത്. എന്ത്? നിന്റെ കെട്ടിയവൻ കുടിക്കുന്നുണ്ടെന്നോ? എന്താ മോളെ ഈ പറയുന്നേ? പുള്ളിയെ കണ്ട അങ്ങനെ തോന്നുന്നില്ലല്ലോ. പുള്ളിക്കാരൻ കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പുറത്തു പറഞ്ഞ ആരും വിശ്വസിക്കില്ല അമ്മേ. ഇന്നലെ പോലും മൂക്ക് മുട്ട കുടിച്ചിട്ട് എവിടെയോ വീണ് കിടക്കുകയായിരുന്നു. ഏട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആരോ ഒരാളാ വിളിച്ചോണ്ട് വന്ന് വീട്ടിലാക്കിയിട്ട് പോയത്. അയ്യോ, നീ പറയുന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് പേടിയാവുന്നല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? എല്ലാം എന്റെ വിധിയാ അമ്മേ. അല്ല മോളെ, കുടിച്ചിട്ട് വന്ന് നിന്നോട് വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ? ഏട്ടൻ എത്ര കുടിച്ചിട്ട് വന്നാലും മറ്റുള്ളവരെ പോലെ വഴക്കുണ്ടാക്കാറില്ല. അദ്ദേഹം എത്ര കുടിച്ചിട്ട് വന്നാലും മിണ്ടാതെ പോയി കിടന്നോളൂ. ആ ഒരു കാര്യത്തിൽ ഏട്ടനെ ഒന്നും പറയാൻ പറ്റില്ലമ്മേ. ഏട്ടൻ ഇങ്ങനെ തന്നെ കുടിച്ചോണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്റെ അവസ്ഥ എന്താവെന്ന് പറയാൻ പറ്റില്ലമ്മേ. അയ്യോ, എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? നോക്ക് മോളെ, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. പുള്ളിക്കാരനോട് പറയേണ്ട വിധത്തിൽ പറഞ്ഞാ മനസ്സിലാക്കിക്കോളൂ. ഞാൻ അച്ഛനെ കൊണ്ട് വിളിച്ച് സംസാരിപ്പിക്കാം. മോള് വിഷമിക്കണ്ട. ശരിയമ്മേ. നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട, കേട്ടല്ലോ? അമ്മേ, ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അമ്മയെ പിന്നെ വിളിക്കാം കേട്ടോ. ആ ശരി മോളെ, ശരി, പിന്നെ വിളിക്കാം. ശരി അമ്മേ. അയ്യോ അയ്യോ, പിടിക്കും മാം. പറഞ്ഞത്
എന്നെ ഇങ്ങോട്ടൂടെ കൊണ്ടുപോകുന്നു. മെല്ലെ ബെഡിൽ കിടത്തു. പതുക്കെ. അതെന്നെ കിടത്തുന്നു. എന്നെ കിടത്താൻ ആരും നോക്കണ്ട. എന്നെ കിടത്താൻ ഒരുത്തനും ആയിട്ടില്ല. ഞാൻ ആരാന്നറിയാടാ? എല്ലാരും എന്റെ കാല് പിടിക്കണം. എല്ലാരും എന്റെ കാല് പിടിക്കണം. താങ്ക്സ്. ഉം. രാവിലെ ഓഫീസിലേക്ക് പോയപ്പോൾ ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന് എൻ്റെ തലയിലടിച്ച് സത്യം ചെയ്തിട്ട് ഓഫീസിൽ പോയേ. എനിക്ക് സന്തോഷം തോന്നി. പക്ഷെ ഇപ്പൊ എന്തായിന്ന് കണ്ടില്ലേ? മൂക്കറ്റം കുടിച്ചിട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ ആ കുടിയിൽ എന്താ ഉള്ളത്? നിങ്ങൾ ഓരോന്നും ഓർത്ത് വിഷമിക്കേണ്ട മാഡം. എല്ലാം പെട്ടെന്ന് ശരിയാവും. ധൈര്യമായിട്ടിരിക്കും. നിങ്ങളും വെള്ളം അടിക്കുവോ? അയ്യോ, ഞാൻ കുടിക്കാറില്ല മാഡം. ഓ ഗുഡ്. ശരിക്കും നല്ല ശീലമാ. നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ശരിക്കും ഭാഗ്യം ചെയ്ത ആളാ. താങ്ക്സ്. എന്നാ ശരി, എനിക്ക് ലേറ്റ്, ഞാൻ പോട്ടെ. ശരി. ഗീത, എടി ഗീതേ, നീ എവിടെ പണ്ടാരടങ്ങിയിരിക്കടി? എടി ഗീതേ, എടി നിന്നെ വിളിച്ച കേക്കാൻ പറ്റില്ല നിനക്ക്? എവിടെ പോയി കിടക്കടി പോലെ? എത്ര പ്രാവശ്യം വിളിക്കണടി? അനുസരണ ഇല്ലൊക്കെ. ഇങ്ങോട്ട് പാടിയേ. ഞാൻ എൻ്റെ കൂടെ ഒന്ന് കിടക്കടി. എന്തൊരു മനുഷ്യനാ! എന്റെ കഴുത്ത് വേദനിക്കുന്നു. ഒന്ന് തിരുമിത്താടി. ഇതുപോലൊരാളെ കല്യാണം കഴിച്ച് എന്റെ ജീവിതം നശിച്ചു പോയി. നീ എവിടെ പോയി കിടക്കാടി?